എന്താ നിങ്ങളെ വർത്തമാനങ്ങളെ ഫോട്ടോ വന്ന പ്രശ്നമുണ്ടോ നമുക്ക്? അല്ലെ എവിടെ ഇപ്പൊ നമ്മളെ ഈ ഫ്ലൂ കോളേജ് പറഞ്ഞത്? കോളേജ് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അല്ലേ നമ്മളാ മറ്റേ സ്ഥലങ്ങൾ കണ്ടോ? അല്ല എനിക്ക് ആ സ്ഥലം വീഡിയോ കണ്ടപ്പോ മനസ്സിലായി. എന്തൊക്കെ വർത്താനം വിവാദങ്ങളൊക്കെ കേൾക്കില്ല നിങ്ങള്? എന്താ അറിയോ അപ്പൊ ഇത് ചോദിക്കാൻ കാരണം എന്താ അറിയോ? അല്ല റമദാൻ മാസാണേലും പിന്നെ ഈ നമീമത്തിൽ വരും. എന്നോടൊരാൾ പറഞ്ഞു അത് തങ്ങള് വാങ്ങിക്കണത് എനിക്കും ആ പറഞ്ഞ ആൾക്കും അറിയുന്നത് സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് ആ സ്ഥലം. അപ്പൊ എന്റെ മനസ്സിലിങ്ങനെ ഉണ്ട് ഒരു മാസമായിട്ട്. അപ്പൊ ആളത് കേൾക്കും വീട് അതിന് വേണ്ടിട്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പൊ എത്ര കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കണേ? അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എന്നാലും ഇപ്പൊ അവിടെ എത്ര ആൾക്കുള്ള ഫെസിലിറ്റി ഉണ്ട്? അവിടെ ബിൽഡിങ്ങുകൾ പൊതുണ്ട്. അവിടെ ഇന്റർനാഷണൽ സ്കൂള് നമ്മളെ കൊണ്ട് സമൂഹത്തിന് എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. സലാമക്ക നിങ്ങൾ കേട്ടില്ലേ? ഖുർആൻ പോലും ഓതാൻ അറിയില്ല. 3 ഇപ്പൊ ഞാൻ ശരിക്കും ഖുർആൻ ഓതാൻ പഠിച്ചത് ലീവെന്ന്. ഞാൻ ഓതുന്ന സമയത്ത് തെറ്റാന്ന് അവർ പറഞ്ഞുതരും. അപ്പൊ ഞാൻ മാറ്റി 3 കൊല്ലം പറഞ്ഞു തരുമ്പോ തിരുത്തുന്നുള്ളതാണ് ഏറ്റവും അതാണ് ഒരു മനുഷ്യന്റെ വിജയം. അതെ, മനസ്സിലായില്ലേ? 3 കൊല്ലം മുമ്പ് ഞാൻ ഖുർആൻ ഓതി തെറ്റ് ട്രോൾ ചെയ്താണ് ഇപ്പൊ ആഘോഷമാക്കി കൊണ്ട് നടക്കുന്നത്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് സലാമൊക്കെ അറിയില്ല. ചെവി കൂടെ ഞങ്ങൾക്ക് ആർക്കും എന്തല്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ശിഹാബ് തങ്ങളാരാ? അത് ഇന്നെ ഈ മേഖലയ്ക്ക് കൈപിടിച്ച് എന്നെ ഉയർത്തിയ ഉസ്താദിന്റെ മരുമകന്. എവിടെയുള്ളതാണ്? പന്തല്ലൂര്. അപ്പൊ കുഞ്ഞിപ്പ തങ്ങളെ മരുമകന്. അപ്പൊ ഞാനിപ്പത് അറിഞ്ഞിട്ടല്ല നിങ്ങളെ ന്യായീകരിക്കാൻ വന്നത്. നിങ്ങൾക്ക് ഇന്നെ അറിയില്ലെങ്കിലും നിങ്ങളെ ഞാൻ ന്യായീകരിച്ചു. നിങ്ങളെന്നെ അറിയണത് ഞാൻ ന്യായീകരിക്കൽ തുടങ്ങിയപ്പോഴാണ്. പക്ഷെ നിങ്ങളെ പറ്റി ഞാൻ ഒരുപാട് വീഡിയോസിലിട്ട് നിങ്ങൾ പോലും മറന്നുപോയ കാര്യങ്ങളായിരുന്നു. ശരിയല്ലേ? നിങ്ങളെ ഇതിനേക്കാളും വലിയ വേട്ടയാടിയ സമയത്ത് മലങ്ങനെ തടുത്ത് നിർത്തിയ ആളാണ്. തകരാണെങ്കിൽ അന്ന് തകരണം. പിന്നെ നമ്മളൊക്കെ എപ്പോഴും പറയുന്ന കാര്യം എന്താ അറിയാം? ഇവരിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഇട്ടിട്ട് വളവലാന്ന് ഇങ്ങനെ ചിലക്കും. അതിന്റെ അടിയിൽ കുറെ പിന്നെ കൂലിക്കാര് കമന്റിൽ ഇന്ന് ഈ പറയുന്ന ആളുകൾ ഇവര് എഴുതുന്ന കമന്റ് എന്താ? നാട്ടുകാരില്ലേ, പോലീസുകാരില്ലേ, പട്ടാളില്ലേ എന്നാ പോയിക്കണ്ട് വന്ന് കൊടുത്തു കേസ്. ഒരുപാട് വർഷമായി ചികിത്സ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു കേസോ ഒരു കൂട്ടോ ഒന്നും അതിലുള്ള അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ മറ്റുള്ള സ്ഥലത്തെ പോലെ ഇവിടെ വലിയ പൂജ അതൊന്നും ഇവിടെ ഇല്ല. കണ്ട അറിയണ സംഭവങ്ങൾ തന്നെയല്ല. ഇവിടെ വാതിലടച്ചുള്ള ചികിത്സ അല്ല. പിന്നെ ഫുള്ള് CCTV ഉണ്ട്. എല്ലാ സ്ഥലം CCTV. ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പുറത്ത് ഇതിന്റെ പുറത്ത് 8 ക്യാമറ ഉണ്ട്, ഉള്ളില് 6 ഉണ്ട്. ഏതൊക്കെ റൂം എല്ലാം എന്താണ്. അപ്പൊ അതുകൊണ്ട് ആരോപണം ഉന്നയിക്കുമ്പോ തെളിവ് എന്തേലും ഹാജരാക്കണം. അപ്പൊ ഇവര് കേസ് കൊടുത്തു. പിന്നെ നാട്ടിലെ സ്റ്റേഷനില് എന്നെ വിളിപ്പിച്ചു. തങ്ങൾ അങ്ങനത്തെ ഒരു ആശയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ആശയമുണ്ട് സാർ, ആക്ഷൻ എടുക്കണം. പക്ഷെ എന്ത് വേണം? തെളിവ് വേണം. വേണ്ടേ? അപ്പൊ താത്തയോട് തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞു. എന്ത് തെളിവ്? അതൊന്നുമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പക്ഷെ ഞാൻ എന്റെ ഒരു തെറ്റ് പറ്റി എന്താ അറിയോ? എല്ലാരും എന്നോട് പറയും മുണ്ടാതിരിക്കുകയും പറഞ്ഞോട്ടെ. പക്ഷെ ഞാൻ ഓരോ വീഡിയോ വരുമ്പോഴും ഞാൻ മറുപടി കൊടുക്കുകയാണ്. പക്ഷെ മറുപടി കൊടുക്കണ എന്തിനറിയോ? എന്റെ കുറെ കൂടെ പറപ്പിങ്ങളുണ്ട്. സലാമാക്കാന്റെ വീട്ടില് ഉമ്മണ്ട്, പെങ്ങന്മാരുണ്ട്, നൂറെ ഹബീനെ മജിൽസ് കാണുന്നുണ്ട്. ആണുങ്ങൾ പുറത്തു പോയിരിക്കുമ്പോൾ പലതും പല ചർച്ചകൾ ചെയ്യും. അപ്പൊ നമ്മളെ വീഡിയോസ് കൊടുത്തിട്ട് ഉമ്മക്ക് ഉമ്മ ഇതേണ്ടോ നിങ്ങളെ കാണുന്ന തങ്ങളെ കുറിച്ച് പറയണ നിങ്ങൾ കാണണ്ടാറ്. നിരപരാധികളായ ഉമ്മമാർ എന്ത് ചെയ്യും? പിൻവാങ്ങും. അപ്പൊ ഈ ഉമ്മാന്റെ ഞാൻ പറഞ്ഞ വീഡിയോ ഉണ്ടെങ്കിൽ ഉമ്മ തിരുത്താൻ പറയാം. ആ കുട്ടി പറഞ്ഞ അതുകൊണ്ടാണ് മറുപടി കൊടുക്കണത്. നല്ലതാണ്.
അതല്ലാതെ പിന്നെ നമ്മൾ പൊതുസമൂഹത്തോട് പറയുന്നത് എന്താ, നമ്മൾ പറയുന്നത് എന്താ, നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ഹബീബ് തങ്ങളാണ്, ഏത് തങ്ങളാണെങ്കിലും അറസ്റ്റ് ചെയ്യണം, നിയമ നടപടി എടുക്കണം. വേണ്ടേ? ഇന്ന് നമുക്ക് റെസ്റ്റും കിട്ടും. കാരണം 24 മണിക്കൂർ അറിയില്ല സ്ഥലമൊക്കെ ഇവിടുത്തെ അവസ്ഥ. അല്ല, 3/4 മണിക്കൂറൊക്കെ നിങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ ഞാനെന്നെ നെട്ടി. എനിക്കൊന്ന് ഫോൺ ചെയ്താൽ കിട്ടണമെങ്കിൽ ഇടങ്ങേറിരിക്കാറ്. എന്താ വെച്ചാൽ എല്ലാവരും ഇതിന്റെ ബാക്കില് ഒരുപാട് ഉസ്താദുമാരുണ്ട്, ഒരുപാട് തങ്ങന്മാരുണ്ട്, ഒരുപാട് അസൂയക്കാരുണ്ട്. ഇവരൊക്കെ അത് നമ്മളെ പി എ തങ്ങളന്ന് നജാത്തിന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പി എ തങ്ങളൊരു പ്രസംഗിച്ചല്ലോ അന്ന് മണ്ണാർക്കാട് എത്തിങ്ങാനിയിലെ പരിപാടി. എനിക്ക് അമിത തങ്ങളായിട്ട് പ്രശ്നമല്ല. കാരണം ഞാൻ തങ്ങളാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ ചികിത്സക്ക് ഇരിക്കണില്ല. ഞാൻ ചികിത്സക്ക് ഇരുന്നാൽ അന്ന് മുതൽ ഞാനും അമിതങ്ങൾക്ക് എതിരാവും. അതാണ് എന്റെ സത്യം. പി എ തങ്ങൾ മോശക്കാരനല്ലല്ലോ. അപ്പൊ പല രീതിയിലും വേട്ടയാടാനാണ് ശ്രമിക്കുന്നത്. അതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ നോമ്പറക്കം തരാച്ചന്നെ അന്നല്ല എല്ലാവർക്കും സുഖം. പിന്നെ ഇതിലിപ്പോ ഇതിപ്പോ നമ്മളെ രാജേഷിന്റെ പേരല്ലേ, രാജുവിന്റെ അതാണ് അത്ഭുതം. എന്റെ വീടാന്നും പറഞ്ഞിട്ട് എല്ലാരും വെക്കാൻ പോണം. ബാങ്ക് മാനേജർ 1600 സ്ക്വയർ ഫീറ്റ് എന്റെ വീട്. എന്താണ് ആത്മീയ ചൂഷണം ചെയ്ത് തങ്ങളെ വീടിന്റെ വലിപ്പം 1600 സ്ക്വയർ ഫീറ്റ്. മനസ്സിലല്ലേ? വെറുതെ യൂട്യൂബില് അതും ഇതും പറഞ്ഞ് കമന്റ് ഇടുന്നവന് 2000-2500 രൂപന്റെ വീട്. അതാണ്. അതിലൊന്നും ഞാൻ എന്തില്ല മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എന്റെ ഒരു തത്വം എന്താ അറിയാം, ഞാൻ സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, സ്വലാത്തുണ്ടാവും. ഞാൻ എന്റെ പെണ്ണുങ്ങളോട് ചോദിച്ചു, അല്ല എന്നെ കുറിച്ച് അപവാദങ്ങൾ വിവാദങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാരും ലെഫ്റ്റ് അടിച്ച പോലെ ഇങ്ങനെ ഉണ്ടാവില്ലേ, ഞാൻ ഉണ്ടാവും. അപ്പൊ ഒരാളെ നമുക്ക് സലാത്ത് നിലനിർത്തില്ലേ വേണ്ടേ? സലാത്ത് എന്ത് ചെയ്യണം? സലാത്ത് നിലനിൽക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മളെന്തില്ല ഒരു കാര്യമായിട്ടുള്ള നമ്മൾ എടുക്കണം. മനസ്സിലായില്ലേ? സ്വലാത്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും, വിവാദത്തിന്റെ പിന്നെ ഒരു ആത്മീയ ചൂഷണം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ചികിത്സാ രീതി എന്നൊക്കെ പറഞ്ഞാല് ഖുർആൻ തന്നെയാണ്. നിങ്ങളെ ചെറുപ്പത്തില് ഞങ്ങളെപ്പയും ഇമ്മയൊക്കെ എന്റെ വിഷമം വന്ന് എന്താ ചെയ്യാ? കടുകും കല്ലും ഒക്കെ ഉണ്ടോ? നിങ്ങൾ ചിന്തിക്കണോ? കടുകും കല്ലൊക്കെ കുഞ്ഞിട്ട് എന്ത് ചെയ്യണം? എല്ലാ വീട്ടിലും മുസ്ലിങ്ങൾ ചെയ്യുന്നില്ലേ? അങ്ങനത്തെ കുറെ ചികിത്സാ രീതികളൊക്കെ നമ്മളെ നാട്ടിൽ. പിന്നെ സലാത്ത് ചെല്ലാൻ കൊടുക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന സമയത്ത് ഖുർആനൊരു മരുന്നാണ്. അത് വെറുതെ നമ്മൾ എന്ത് ചെയ്യും, ഉസ്താദുമാരെ വെച്ച് ഒരുപാട് സമയം നമ്മൾ മന്ത്രിപ്പിക്കും. അപ്പൊ ഓൾക്കൊരു ചില്ലറ എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പൊ അതിന് നമ്മൾ എന്തെങ്കിലും ചില്ലറ പൈസ വാങ്ങണം. അത്രേ ഉള്ളൂ ഇവിടെ ചികിത്സ. അല്ലാതെ ഇവിടെ വലിയ അഴിമതി നടക്കണം. പിന്നെ കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, 75 മക്കളെ കെട്ടിച്ചു. 75 ഒരു കുട്ടിനെ കെട്ടിക്കണമെങ്കിൽ 3.5. ആ കല്യാണത്തിന് കാരണം ഉണ്ടായത് എങ്ങനെയാണ്? കല്യാണത്തിന് ഒരു ഉമ്മ ഫസ്റ്റ് നമ്മളാ ഒരു കുട്ടിന്റെ അവസ്ഥ, ഞാനൊരു കുട്ടിനെ സ്പോൺസർ ചെയ്യാൻ ആളുടെ പറഞ്ഞിട്ട് അത് മുടങ്ങിയപ്പോഴാണല്ലോ നമ്മൾ തുടങ്ങിയത്. അപ്പൊ ചില ആൾക്കാരെ പോലും ഇത് തട്ടിപ്പിനായിട്ട് തുടങ്ങിയതാണ്. സത്യത്തിൽ നമ്മളൊരു കുട്ടിക്ക് വാക്ക് എന്റെ നാട്ടുകാർക്ക് പ്രശ്നമല്ല, എന്റെ മഹല്യർക്ക് പ്രശ്നമില്ല, എന്റെ നാട്ടിൽ നിൽക്കുന്ന തങ്ങന്മാർക്കും മൂല്യമാർക്കും പ്രശ്നമില്ല, ഓർക്കും വിഷയമല്ല. വിഷയം ആർക്കല്ല, എവിടെ കിടക്കണ എവിടെ കൊല്ലത്തും സ്ഥലത്തില്ല. ഫിലോളജിയിൽ എന്താ അഡ്മിഷൻ തുടങ്ങണേ? പ്രായപരിധി എന്താ വെച്ചാൽ 5ാം ക്ലാസ് കഴിഞ്ഞ്. അപ്പൊ 10 വയസ്സോ? 5 to 5ാം ക്ലാസ്സിന്റെ 7ാം ക്ലാസ്സിന്റെ മദ്രസ പൊതുപരീക്ഷ 5ാം ക്ലാസ് പാസ്സാണ്. 7ാം ക്ലാസ് ദാറുൽ ഹുദ ഫിലോളജി കൊടുക്കുന്നത്.